ചർച്ചയിലേക്ക് പുതുതായി അതിഥികൾ ചേർന്നിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, CPM നേതാവ് മുഹമ്മദ് റിയാസ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ എന്നിവരും ചർച്ചയിൽ ഇപ്പോഴുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ജിഷ കേസിലെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ പോലീസ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ പോലീസ് എന്നൊക്കെ പറയുന്നത് പീപ്പിളിന് പറയാൻ കഴിയും. പോലീസ്, കേരളത്തിൻ്റെ പോലീസ്, കേരളത്തിൽ ആര് ഭരണത്തിലുണ്ടോ അവരുടെ പോലീസ്, അത് ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ്, ഈ സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ പോലീസ്, ആ പോലീസിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് ഇത്തരത്തിൽ പ്രതികളെ പിടിക്കുക എന്നുള്ളത്. അത് കൃത്യമായ അന്വേഷണത്തിലൂടെ ഇത്രയും സമയമെടുത്ത് കൃത്യമായി പിടിച്ചിരിക്കുന്നു. അതിൽ തീർച്ചയായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പോലീസിനെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി അഭിനന്ദിക്കേണ്ടതാണ്, അഭിനന്ദിക്കുന്നു. ശ്രീ മുഹമ്മദ് റിയാസ്, കേരളത്തിൻ്റെ പോലീസാണ് ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ പോലീസ് എന്നൊക്കെ ഏതെങ്കിലും ചില പ്രത്യേക താല്പര്യമുള്ള ചാനലുകൾക്ക് മാത്രം പറയാം. ആ നിലയ്ക്ക് കണ്ടാൽ മതി. അഭിനന്ദനം കോൺഗ്രസിൻ്റെ വകയുമുണ്ട്. അങ്ങനെ തന്നെയാണോ നിങ്ങളും കാണുന്നത്? ഒന്ന്, പോലീസ് ആര് ഭരിച്ചാലും അവരെ കൈകാര്യം ചെയ്യുന്ന സർക്കാർ പിന്തുടരുന്ന നയമാണ് പ്രശ്നം. ഇവിടെ UDF ഗവൺമെൻറ് പിന്തുടർന്ന പോലീസ് നയവും LDF ഗവൺമെൻറ് പിന്തുടർന്ന പോലീസ് നയവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളത് കൂടി സമൂഹത്തിന് മനസ്സിലാക്കുവാൻ ഈ കേസിലെ പ്രതിയെ പിടിച്ചതിലൂടെ സാധിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ്റെ പോലീസോ ഉമ്മൻചാണ്ടിയുടെ പോലീസോ ഒന്നും പറയുന്നത് അർത്ഥമില്ല, അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. പക്ഷേ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്തെ പോലീസ്, LDF ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിന്തുടർന്ന നയം, ആ നയം ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ കാരണം ആയിട്ടുണ്ട്. ഉദാഹരണത്തിന്, എന്താണ് ഈ സർക്കാർ വന്നതിന് ശേഷം ഈ അന്വേഷണത്തിനുണ്ടായ മികവ് എന്ന് പരിശോധിക്കുമ്പോൾ, ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പഴയ അന്വേഷണത്തിലെ പോരായ്മകളാകെ തിരുത്തിക്കൊണ്ട് ഒരു പുതിയ അന്വേഷക സംഘത്തെ, ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള അന്വേഷക സംഘത്തെ നിശ്ചയിച്ചു. നിശ്ചയദാർഢ്യത്തോടുകൂടി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു പ്രതികളെ പിടിച്ചിരിക്കും. ഇൻഡിപെൻഡൻ്റായി, സ്വതന്ത്രമായി അന്വേഷക സംഘത്തെ പോലീസിനെ വിട്ടതുപോലെ തന്നെ അന്വേഷക സംഘത്തെയും പോലീസ് നയം പിന്തുടർന്നത് പോലെ തന്നെ അന്വേഷക സംഘത്തോടുള്ള കാഴ്ചപ്പാടിലും സ്വതന്ത്ര സ്വഭാവം വെച്ച് നിർത്തി ആവശ്യമില്ലാത്ത കാര്യത്തിലും സർക്കാർ ഇടപെട്ടില്ല. നേരത്തെ ഈ വിഷയത്തിനകത്ത് UDF സർക്കാർ എടുത്തിരുന്ന നിലപാടതില്ലായിരുന്നു. സാധ്യമാകുന്ന തെളിവുകളൊക്കെ തന്നെ UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കാരണം, പിടിപ്പുകേട് കാരണം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. റീപോസ്റ്റ്മോർട്ടത്തിന് സാധിക്കാത്ത രീതിയിലേക്ക് ജിഷയുടെ മൃതദേഹം ദഹിപ്പിച്ച് കളഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഗ്രൂപ്പ് ഓഫ് സർജൻസ് ആണ്. മുൻകാല അനുഭവങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഇവിടെ ഒരു PG വിദ്യാർത്ഥിയെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ വീഡിയോ എടുക്കേണ്ടതുണ്ട്. അത് ഭാവിയിൽ ഗുണകരമാണ് അന്വേഷണത്തിൽ നിന്നുള്ള മുൻകാല അനുഭവങ്ങളെ തട്ടിമാറ്റിക്കൊണ്ട് വീഡിയോ എടുക്കാൻ തയ്യാറായില്ല. ഫോറൻസിക് ഉദ്യോഗസ്ഥർ സംഭവം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് വന്നു. ഇതൊക്കെ UDF സർക്കാരും ഈ അന്വേഷണം തമ്മിലുള്ള ബന്ധമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം പുതിയ അന്വേഷക ടീമിനെ വെച്ചു. നിഷ്പക്ഷമായി, ചടുലമായി, വിപുലമായ പോലീസിൻ്റെ എല്ലാ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി അന്വേഷക സംഘം മുന്നോട്ട് പോയി. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രമല്ല, സാധ്യമാകുന്ന എല്ലാ രീതികളും പരിശോധിച്ചു. ചെരുപ്പിൽ വന്നിട്ടുള്ള ബ്ലഡ് ഉൾപ്പെടെ പരിശോധിക്കുന്ന സ്ഥിതിയുണ്ടായി. പല പുതിയ കാര്യങ്ങളും പരിശോധിച്ചു. ഞാൻ ചാനൽ തന്നെ ഒരു ആഴ്ച മുമ്പ് ഒരു ചാനൽ പ്രതികളെ പിടിച്ചില്ലല്ലോ എന്ന് ചോദിച്ചോ പറഞ്ഞിരുന്നു. പ്രതികളെ പിടിച്ചോ പിടിച്ചില്ലയോ, തെളിവ് കിട്ടിയോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല. അത് പോലീസിൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യാസമാണെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പം ഇത് രണ്ട് മുന്നണികളും പിന്തുടരുന്ന പോലീസ് നയത്തിൻ്റെ വ്യത്യാസമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പോലീസിനെ അനാവശ്യമായി ഉപയോഗിച്ചു. പോലീസിലെ മെറിറ്റ് നോക്കിയുള്ള ഉദ്യോഗസ്ഥരെ തഴഞ്ഞു. എന്നാൽ ഇവിടെ മെറിറ്റ് പ്രകാരം ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്തു. അന്വേഷക സംഘത്തിന് ബെസ്റ്റ് ടീമിനെ വെച്ചു. പോലീസ് നയം, പോലീസിനെ സ്വതന്ത്രമായി വിടുക എന്നുള്ള നയം, ഇൻഡിപെൻഡന്റ് നയം ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ചു. ആ ഇൻഡിപെൻഡന്റ് നയത്തിന് ചേരുന്നതല്ല പിണറായി വിജയന്റെ പോലീസ് എന്ന ഡോക്ടർ ലാലിന്റെ പദം. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി പോലും ഉദ്ദേശിക്കുന്നത് പോലീസ് സ്വതന്ത്രവും നീതിപൂർവ്വവും നിഷ്പക്ഷവുമായി മുന്നോട്ട് പോകണമെന്നാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഇവിടെ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ് എന്ന പദം എന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ശിവൻ മഠത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ
ജിഷ വധക്കേസിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല, പ്രതിയെ പിടിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ അന്വേഷണത്തിലെ ആദ്യത്തെ ടീം വേണ്ട രീതിയിലല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ തന്നെ വിദഗ്ധരൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞതുപോലെ ഫോളോ അപ്പ് കാര്യങ്ങളിലൊക്കെ തെളിവുകൾ കണ്ടെത്തി ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ടീമിന് എന്തോ ഒരു അമാന്തം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു തോന്നൽ എല്ലാ വിദഗ്ധരും ഇതിൽ പങ്കുവെച്ച് കാണുകയും ചെയ്തു. ആ വ്യത്യാസം കൊണ്ടാണ് ഞാനിവിടെ തുടക്കത്തിൽ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമുള്ള പോലീസ്, സാധാരണ ആളുകൾ പറയുന്നത് പോലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പോലീസ് എന്നുള്ള ഒരു പ്രയോഗം തന്നെ നടത്തിയത്. ആ വ്യത്യാസം ഈ അന്വേഷണ ഘട്ടത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്നതല്ലേ ഇന്നിപ്പോൾ പ്രതി പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ടുള്ളതിൻ്റെ സൂചന? ഡോക്ടർ ലാലെ, ഞാൻ ആമുഖമായിട്ടേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഈ പ്രശ്നത്തെ രാഷ്ട്രീയ മാനങ്ങളിലൂടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ ചർച്ചയായി ഇതിനെ കൊണ്ടുപോകരുതെന്നും എനിക്ക് അപേക്ഷയുണ്ട്. കാരണം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും, ശ്രീ റിയാസും വടക്കഞ്ചേരിയും ഒക്കെ ഇതിൽ ഇരിക്കുന്നവരെല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളും ധാരണകളും ഉള്ളവരാണ്. എൻ്റെ ഒരു അപേക്ഷ, നമുക്കിതിലെ രാഷ്ട്രീയ മാനങ്ങളല്ല, രാഷ്ട്രീയ വിഴുപ്പിഴക്കലല്ല ഈ ചർച്ചയിലൂടെ വേണ്ടത്. മറിച്ച് നമ്മുടെ കേരളം കണ്ട ഏറ്റവും പൈശാചികമായ, ആ വാക്ക് തന്നെ അങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്, ക്രൂരവും നിഷ്ഠൂരവുമായ ഒരു കൊലപാതകം, ഒരു പെൺകുട്ടിയെ ആ കൊല നടത്തിയതിനു ശേഷം ആ കൊലയോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്സുകൾ, അത് ഞാൻ പ്രധാനമായി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലീസ് നിസ്തുർക്കമായ സേവനം ചെയ്യുന്ന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അല്പം വീഴ്ച വന്നു. ആ തെളിവുകൾ സൂക്ഷിക്കുന്നതിലും ആ കൊല നടത്തിയതിനു ശേഷം ആ കൊലയാളിയെ കണ്ടുപിടിക്കാനുള്ള അതിന് ഉപോത്ബലകമായ അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന മെറ്റീരിയൽസ്, തെളിവുകൾ, മെറ്റീരിയൽ ഓബ്ജക്ട്സ്, ഇതൊക്കെ സൂക്ഷിക്കുന്നതിനും അതിൻ്റെതായ രീതിയിൽ പരിപാലിക്കുന്നതിനും അത് സൂക്ഷിക്കുന്നതിനുള്ള ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ സമയത്ത് നടത്തിയ അന്വേഷണങ്ങൾ കടന്നുപോയി. നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടതാണ്. രാഷ്ട്രീയ മാനങ്ങൾ അതിന് കൊണ്ടുവന്നു. മറ്റു ചില രീതിയിലുള്ള ചില ഇടപെടലുകൾ വരുന്നു. ചില ആളുകളെ രാഷ്ട്രീയപരമായി തന്നെ തേജോവധം ചെയ്യാനുള്ള സമീപനങ്ങൾ എടുക്കുന്നു. അത്തരം സമീപനങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതകളെയും പരിശോധിച്ചിട്ടുള്ള അന്വേഷണമാണ് മുമ്പോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ലാൽ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ നേരത്തെ ഉണ്ടായ പോലീസിൻ്റെ അന്വേഷണത്തിൽ ചില പിഴവുകൾ പറ്റി അന്വേഷണം കുറച്ചുകൂടെ സ്തുത്യർഹമായ രീതിയിൽ ഗൗരവതരത്തിലൂടെ കൊണ്ടുപോകണമെന്ന ഒരു രാഷ്ട്രീയ തീരുമാനം അദ്ദേഹം എടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ശ്രീമതി ADGP ശ്രീമതി സന്ധ്യയെ ആ കാര്യത്തിൽ ഞാൻ ശ്ലാഘനീയമായ ഒരു തീരുമാനമാണെന്ന് കാണുന്നത്. കാരണം അതിൻ്റെ രാഷ്ട്രീയ തലമല്ല, മറിച്ച് ആ പെൺകുട്ടിയുടെ മരണം, ആ പെൺകുട്ടിയുടെ അമ്മ, സഹോദരി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അതിൻ്റേതായ തലത്തിലൂടെ നമുക്ക് അന്വേഷണത്തിൽ പോകാൻ ഒരു മെയിൽ പോലീസ് ഉദ്യോഗസ്ഥനെക്കാളും ഒരു സ്ത്രീ എന്ന നിലയിൽ ശ്രീമതി സന്ധ്യയ്ക്ക് ആ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല, ആ ചോദ്യം ചെയ്യലാണെങ്കിലും ശരി, ആ തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, പല രീതിയിലുള്ള സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്, അന്വേഷണത്തിൻ്റെ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ് തുടരാനും എടുക്കാനും ഒക്കെ ഒരു സ്ത്രീ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ADGP സന്ധ്യയ്ക്ക് കഴിയുമെന്ന ഒരു ബോധം നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ മുൻകാല ചരിത്രം, പ്രവർത്തനം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ തീരുമാനം എടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതിൽ ഒരു ടീം, ശ്രീമതി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം വളരെ സുദീർഘമായ രീതിയിൽ അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തുമ്പോഴും എൻ്റെ പ്രിയ സുഹൃത്ത് റിയാസ് പറഞ്ഞതിനോട് അല്പം എനിക്ക് വ്യത്യസ്തമായ ഒരു സമീപനമുണ്ട്. മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണങ്ങൾ പലതും ഇവർക്ക് സഹായമായിട്ടുണ്ട് എന്ന് ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ അതിനെ വിലയിരുത്തുന്നു. ഞാൻ തിരിച്ചു വരുന്നു ശ്രീ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. അത് നമ്മൾ ചർച്ചയിൽ പല ഭാഗത്ത് സൂചിപ്പിച്ചു പോയത് തന്നെയാണ്. പക്ഷേ ശ്രീ ജ്യോതികുമാർ, ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു മണിക്കൂറായി ചർച്ച ചെയ്തത് ഇതിൻ്റെ കേസിൻ്റെ മാത്രം വഴികളിലൂടെയാണ്, അന്വേഷണ വഴികളിലൂടെയാണ്, തെളിവിൻ്റെ പശ്ചാത്തലങ്ങളാണ്, അത് എങ്ങനെയാണ് അതിനെ ശാസ്ത്രീയമായി സമീപിക്കേണ്ടത് എന്നത് തന്നെയാണ്. പക്ഷേ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. LDF സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു സുകുമാരക്കുറുപ്പിൻ്റെ അവസ്ഥ
ജിഷയുടെ ഘാതകൻ ഉണ്ടാകുമായിരുന്നു എന്ന്. ഇതിൻ്റെ തുടക്കത്തിൽ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ ടീമും പലതും ശാസ്ത്രീയമായി കണ്ടെത്തി. പക്ഷേ ഫോളോ അപ്പ് ചെയ്യുന്നതിന് മുകളിലുള്ള ആഭ്യന്തര വകുപ്പ് ഇടപെടണം, പോലീസിൻ്റെ തലപ്പത്തുള്ളവർ ഇടപെടണം. അതെത്രമാത്രം കാര്യപ്രസക്തമായിരുന്നു, ആ ഇടപെടൽ എത്രമാത്രം ശക്തമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ തന്നെ പറഞ്ഞ വാക്കുകളിലുണ്ട്. ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം ആദ്യം പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഈ ജിഷ വധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്, അവരുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലാണ്. ആ താല്പര്യം നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിനുണ്ടായിരുന്നോ എന്നുള്ള സംശയമുണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടുന്ന സാഹചര്യം എത്തുമ്പോൾ. അതാണ് ഞാൻ ചോദിച്ചത്, അത് രാഷ്ട്രീയമല്ല. പറയുമ്പോൾ രാഷ്ട്രീയം പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം റിയാസിന് പറയാം, ശിവൻ മഠത്തിൽ റിയാസിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ലാൽ ഇടപെടുന്നു. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞായിട്ട് ശ്രീ ലാൽ തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവിടെ ഇപ്പോൾ LDF ഭരണം വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു മറ്റൊരു സുകുമാരക്കുറുപ്പാകുമായിരുന്നു. ഈ സുകുമാരക്കുറുപ്പ് മരിച്ചിട്ട് കാണാതായിട്ട് എത്രയോ വർഷമായി, എത്രയോ പ്രാവശ്യം അതിനുശേഷം LDF ഭരിച്ചു, എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അപ്പോൾ ഇതൊക്കെ വെറും രാഷ്ട്രീയമായി കവലപ്രസംഗം നടത്താമെന്നല്ലാതെ കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള ഒരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പദവിക്ക് ചേരുന്നതല്ല ഇത്തരം പ്രവൃത്തികൾ, ഇത്തരം പ്രസ്താവനകൾ. ഒന്ന്. മറ്റൊന്ന്, റിയാസ് പറഞ്ഞല്ലോ ഇവിടെ പോസ്റ്റ്മോർട്ടത്തിനകത്ത് യാതൊരു പന്തികേടുമില്ലായിരുന്നു എന്ന് പിന്നീട് തെളിയിച്ചിട്ടുണ്ടല്ലോ, വന്നിട്ടുണ്ട്. പിന്നെ ഈ കേസിലേക്ക്, ഈ പ്രതിയിലേക്ക് എത്തിയത് എങ്ങനെയൊക്കെയാണ്? അന്ന് മരണപ്പെട്ടപ്പോൾ ഈ ജിഷയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഉമിന്തിയിൽ നിന്നും DNA വേർതിരിച്ചെടുത്തു. ഒപ്പം ഈ ജിഷയുടെ നഖത്തിനടിയിലുണ്ടായിരുന്ന തൊക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ അന്ന് കിട്ടിയ ചെരുപ്പ്. അപ്പോൾ അന്ന് ചെരുപ്പൊക്കെ കിട്ടി അതൊരു തെളിവായി കണക്കാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ 2 ചെരുപ്പും തൂക്കി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് അപമാനിച്ചവർ, എന്ന് ആക്ഷേപിച്ചവർ ഇപ്പോൾ അതിനെ പിന്തുടർന്നാണ് കണ്ടെത്തിയത് എന്നുള്ളൊരു വസ്തുത. മറ്റൊന്ന്, ഇതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഈ ദാരുണമായ അന്ത്യം ഉണ്ടാകുന്നത്, ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പിനുൾപ്പെടെ മെയ് 16 വരെയുള്ള ദിവസങ്ങൾക്ക് ഏപ്രിൽ 28 മുതൽ മെയ് 16 വരെ വെറും 18 ദിവസമാണ് ഉണ്ടായിരുന്നത്. അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങളുടെ മൂർത്തിമത് ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു ഭാഗത്ത്. അപ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള സർക്കാരിന് അന്വേഷണത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു എന്നുള്ള സർക്കാരിന്റെ പോലീസ് മുന്നോട്ട് പോകുന്നു. ആ സംവിധാനത്തിന് കുഴപ്പം പറ്റിക്കൊണ്ട് എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോവുക? ഈ അന്വേഷണം നടത്തുന്ന മന്ത്രി ഉൾപ്പെടെ, ആ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി ഉൾപ്പെടെ ഒരുപക്ഷെ മത്സരിക്കുന്നുണ്ടാകാം. അദ്ദേഹം ഇടപെടണ്ടല്ലോ. പോലീസ് സംവിധാനത്തെ അത്രമാത്രം അന്വേഷണത്തിന് വേണ്ടി തയ്യാറാക്കി കൂടപ്പെടണ്ടേ? അതെന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പരാജയം സംഭവിച്ചത്? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പോലീസ് ഫോഴ്സ് മറ്റു പല കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം അതിന്റെ അർത്ഥം അവർ ഇതിനകത്ത് അലംഭാവം കാണിച്ചു എന്നല്ല, കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ട്. അതിന്റെ അടുത്ത പടിയായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇലക്ഷന് മുമ്പ് 18 ദിവസമായിരുന്നെങ്കിൽ ഇപ്പോൾ സർക്കാർ മന്ത്രിസഭ കഴിഞ്ഞ 25-ാം തീയതി അധികാരമേറ്റതിന് ശേഷം 21-ാം ദിവസമാണ് പ്രതിയെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ 2 സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിരുന്ന പോലീസ് തന്നെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന 1-2 പേരെ മാറ്റിയത് കൊണ്ട് അത് പുതിയ ടീമായത് അതിനകത്ത് അവരുടേതായ ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം, അവരുടേതായ ഇടപെടലുണ്ടായേക്കാം. അതിൻ്റെ അർത്ഥം നേരത്തെ ഉണ്ടായിരുന്ന സെൻകുമാറും പത്മകുമാറും ഒക്കെ മോശക്കാരാണെന്നാണോ? എന്നാൽ അവരെ സസ്പെൻഡ് ചെയ്യണ്ടേ? അപ്പോൾ അതല്ലല്ലോ. പോലീസ് ഫോഴ്സിനെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് കാണരുത്. ഇതിനകത്ത് LDF-ന്റെ കാലത്തുണ്ടായോ UDF-ന്റെ കാലത്തുണ്ടായോ എന്നല്ല, ഇതിനകത്ത് അന്വേഷണം നടന്നിരിക്കുന്നു. ആ കാലത്തുണ്ടായതിൻ്റെ കാര്യത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഈ റിയാസ് പറഞ്ഞതുപോലെ ബോഡി നശിപ്പിച്ചു, ബോഡി ദഹിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു തെളിവും കിട്ടാതെ പോയില്ലല്ലോ. ഇപ്പോൾ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. അന്ന് ആന്തരിക അവയവങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനെ സംബന്ധിച്ച് ആരും ഒരു തർക്കവും ഇപ്പോഴും പറയുന്നില്ലല്ലോ. പോസ്റ്റ്മോർട്ടത്തിനെ സംബന്ധിച്ച് ഒരു ഊഹാപോഹവും അഭ്യൂഹവും ഒക്കെ വന്നിരുന്നെങ്കിലും പിന്നീട് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കൃത്യമായി റിപ്പോർട്ട് പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടക്കേണ്ട രീതിയിലാണ് നടന്നിരിക്കുന്നത്, അതിനകത്ത് യാതൊരു പാകപ്പഴിയുമില്ല എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണം നടന്നിരിക്കുന്നത്. അന്ന് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് പോലീസിന്റെ വിജയമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ട് ഒരു മിനിറ്റ് ഇതിനകത്ത് രാഷ്ട്രീയം പറയുമ്പോൾ പോലീസ് ഇപ്പോൾ പിണറായി വിജയൻ വന്നതിന് ശേഷം പോലീസിനെ പരിപൂർണ്ണമായി ഫ്രീ ആക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാനല്ല പറഞ്ഞത്, ഷൊർണൂരിലെയും അപ്പുറത്തെയും MLA-മാരാണ് പറഞ്ഞത്. പോലീസ് ഇപ്പോഴും അവർ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പം നിങ്ങൾ നോവും, അവിടെ നോവും. അതാണ് പ്രശ്നം. ഭരണപക്ഷത്തെ ഞാൻ പറഞ്ഞത് റിയാസ് പറഞ്ഞത് പോലീസിനെ അഴിച്ചുവിട്ടിരിക്കുന്നു പറയുമ്പോ ജിഷ കേസിൽ നിങ്ങളുടെ സർക്കാർ എന്ത് തീരുമാനം? ഒരുപാട് നമുക്ക് റിയാസ് പറഞ്ഞല്ലോ ഈ പഴയ പോലീസ് തന്നെയാണല്ലോ ഇപ്പോഴും, ആ അന്നത്തെ തെളിവ് തന്നെയാണല്ലോ ഇപ്പോഴും കിട്ടിയത്. പിന്നെ എന്താണ് മാറ്റം എന്നുള്ളത് താങ്കൾ പറഞ്ഞത് ജ്യോതികുമാറിന് മനസ്സിലാവുന്നില്ല. അല്ല, ഒന്ന് ലാലേ, ചർച്ച എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ സമയം കൊടുക്കണം. പീപ്പിൾ TV ആയതുകൊണ്ട് ഒരു നിഷ്പക്ഷ സ്വഭാവമാണ് തോന്നിക്കാൻ വേണ്ടിയിട്ട് UDF-നെ പ്രതി ഒരു ചർച്ച പങ്കെടുക്കുന്ന ആൾക്ക് മഹാഭൂരിപക്ഷ സമയവും എനിക്ക് അതിന്റെ 10-1 തരിക എന്ന് പറഞ്ഞാൽ ഒരു ന്യായക്കേടുണ്ട്. സമയം വീണ്ടും പോകുന്നു. ശ്രീ റിയാസ്, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എനിക്ക് UDF and LDF എന്നുള്ള വ്യത്യാസമില്ല. ജിഷ കേസാണ് ഇപ്പോൾ പ്രധാനം. അതെ,
അതെ, പക്ഷേ അദ്ദേഹത്തിന് നിങ്ങൾ കൊടുത്ത സമയം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയാണ്. ഇവിടെ അദ്ദേഹം സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ സുകുമാരക്കുറുപ്പ് പദപ്രയോഗത്തെ പറ്റി പറഞ്ഞത് ഉള്ള മറുപടി ഞാൻ കേട്ടു. പിന്നെ മാറി LDF ഭരിച്ചില്ലേ എന്ന്. സഖാവ് കോടിയേരി ആയാലും സുകുമാരക്കുറുപ്പ് സംഭവത്തെ കൃത്യമായി പഠിച്ച ഒരാളായാലും ആ പറഞ്ഞത് എക്സാക്ട്ലി കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ സുകുമാരക്കുറുപ്പിനെ പിടിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന പ്രശ്നം വന്നത് തുടക്കത്തിൽ വന്നിട്ടുള്ള പാളിച്ചയാണ്. ഇവിടെയും തുടക്കത്തിൽ പാളിച്ച വന്നിട്ടുണ്ട്. തുടക്കത്തിൽ വന്ന പാളിച്ച നിങ്ങൾ എത്ര പറഞ്ഞാലും തേച്ച് മാച്ച് കളയാൻ വേണ്ടി പറ്റില്ല. കോടിയേരി പറഞ്ഞ ഒരു കാര്യം കൂടി അദ്ദേഹം പറയേണ്ടിയിരുന്നു. 2 ചെരുപ്പ് മാറ്റി വെച്ചത് ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ തിരിച്ചെത്താം. ശ്രീ മുഹമ്മദ് റിയാസ്, നന്ദി രേഖപ്പെടുത്തുന്നത്. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഇപ്പോൾ തുടക്കത്തിലുള്ള അന്വേഷണമാണ് ഏറ്റവും പ്രധാനം, തുടക്കത്തിൽ കണ്ടെത്തുന്ന തെളിവുകളാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അവിടെയാണല്ലോ താങ്കൾ ഉൾപ്പെടെ അതിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഈ കേസിനെ ഇപ്പോൾ സഹായിക്കുക അല്ലെങ്കിൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സംശയിച്ചത്. ആ കാര്യത്തിൽ ഈ 2 തരത്തിലുള്ള പോലീസ് സംവിധാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോലീസിനെ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അതിനെ ശക്തമായി ഫോളോ അപ്പ് ചെയ്യിക്കാം, അതിന് വേണമെങ്കിൽ ലൂസായി വിടാം. ഈ ഘട്ടങ്ങൾ പോലീസ് സംവിധാനത്തിൽ ഉണ്ട് എന്നുള്ളത് താങ്കൾക്കും അറിയാമല്ലോ. അത് ഈ കേസിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാകാം? ഈ കേസിൽ ഈ അതായത് നേരത്തെ UDF, ഞാൻ രാഷ്ട്രീയം പറയല്ല, എനിക്ക് താല്പര്യമില്ല, അവർ കണ്ടുപിടിച്ച തെളിവിനേക്കാൾ കൂടുതലായിട്ടൊന്നും രണ്ടാമത്തെ ടീം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നാളെ ഈ അറസ്റ്റ് കഴിഞ്ഞു, നാളെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാണ്. ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വരുന്ന ആളുകൾ ഈ ആസാംകാരെ കുറേ പേരൊക്കെ നിരത്തി നിർത്തിയിട്ട് ഇയാൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ചെരുപ്പ് വിറ്റ ആ കടക്കാരനൊക്കെ നാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അത് എങ്ങനെയാണ് ഇയാളെ നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പം ഈ തല മൂടിയിട്ട ആളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നാളെ ഈ വരുന്നതായ കടക്കാരൻ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ അയാൾക്ക് കുറച്ചുകൂടിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയട്ടെ. മാത്രമല്ല കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കണ്ടുപിടിച്ചതിനേക്കാളും എന്ത് തെളിവാണ് ഈ രണ്ടാമത്തെ ഈ ടീം കണ്ടുപിടിച്ചെന്ന് പറയുന്നത്? ഞാനൊന്നും കാണുന്നില്ല. പ്രതിയെ പിടിച്ചു എന്ന് പറയുന്നതിന് അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ സംസാരിക്കുന്നത്. ചെരുപ്പിൻ്റെ ഈ ആ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയിലേക്ക് എത്തുകയും അവിടെ ചെന്നിട്ട് ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഈ പ്രതിയുടെ കൈയുടെ നെയിൽ ക്ലിപ്പിങ്സിൽ തൊലിയുടെ ഭാഗമുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പിടിച്ചതായ ആ പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് 2-3 ആഴ്ച പഴക്കമുള്ളതായ മാന്തിയ പാടുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതാണ്. അത് നോക്കിക്കഴിഞ്ഞിട്ട് മാന്തിയ പാട് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈ പ്രതി ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മാത്രമാണല്ലോ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഞാൻ തിരിച്ചെത്താം. അത് ശ്രീമതി അന്നമ്മ ജോൺ നേരത്തെ പറഞ്ഞു, നമുക്ക് അതിലേക്ക് ഒന്നുകൂടെ വരാം. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോൾ ചർച്ചാ വിഷയം ഈ മാറിയ സർക്കാർ എന്നുള്ളത് ഏത് രീതിയിലാണ് ഈ കേസിൻ്റെ അന്വേഷണത്തെ കൂടുതൽ ഈ പ്രതിയെ പിടിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചതെന്നാണ്. ശ്രീ ജ്യോതികുമാർ പറയുന്നത് പോലെ ഒരേ പോലീസ് തന്നെയാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ളത് എങ്ങനെയാണ് നമുക്കതിന് അങ്ങനെ പറയാൻ സാധിക്കുക? അതിനുശേഷം പോലീസ് മാറി, പോലീസിൻ്റെ മന്ത്രി മാറി, DGP മാറി, അന്വേഷണ ടീം മാറി, അതിൻ്റെ തലപ്പത്തുള്ള ആളുകളെ മാറ്റി കൂടുതൽ ആ അന്വേഷണത്തെ ശാസ്ത്രീയമായും വേഗത്തിൽ പ്രതിയെ പിടിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള നിർബന്ധം പോലീസ് കാണിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതൊരു വ്യത്യാസം തന്നെയല്ലേ? ലാലെ, കേരളത്തിലെ പോലീസിനെ നമ്മൾ കണ്ടെടുത്ത് കേരളത്തിലെ പോലീസ് സേന ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ്. കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്രമസമാധാന പാലനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തുകൊണ്ടും മികച്ച ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. രാഷ്ട്രീയം എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. കേരളത്തിലാകുമ്പോൾ രാഷ്ട്രീയം എല്ലാത്തിലും കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയം ഇല്ലെന്ന് പറയാൻ പറ്റും. ഈ അന്വേഷണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഒരു കൊലപാതകം, ഭീകരമായൊരു കൊലപാതകം അന്വേഷിച്ചു. അത് ഞാൻ പോലീസിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ പിണറായി വിജയൻ ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് തന്നെ സ്ത്രീ സുരക്ഷയിലൂന്നിയായിരുന്നു. അദ്ദേഹം വ്യക്തമായ ധാരണയോടുകൂടി അതിൻ്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് പത്മകുമാറിനെ മാറ്റി പകരം സന്ധ്യയെ കൊണ്ടുവന്നു. അത് നിർണായകമായ ഒരു തീരുമാനമായിരുന്നു. പിണറായി വിജയൻ്റെ ഒരു സ്വഭാവം, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥയെ വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുക്കും.
ഇവിടെ സന്ധ്യയ്ക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തു. ഇതുപോലെ എ കെ ആന്റണിയും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കെ ജെ ജോസഫ് ആയിരുന്നു DGP. കെ ജെ ജോസഫിനോട് ആരും ഒന്നും ചോദിക്കുകയില്ല, ആന്റണിയും ഒന്നും ചോദിക്കത്തില്ല. ഒരൊറ്റ കോൺഗ്രസ്സുകാരനും കെ ജെ ജോസഫിനോട് ഒറ്റ കാര്യം ചോദിക്കുകയില്ല. ഒരു തീട്ടോറി ഇടാൻ പാടില്ല. ജ്യോതികുമാറിനൊക്കെ അറിയാവില്ല പണ്ടത്തെ കാര്യം. അത് ജോസഫ് വളരെ ശക്തമായിട്ട് കെ ജെ ജോസഫ്, ഇരുമ്പൻ ജോസഫ് എന്നറിയപ്പെടുന്ന കെ ജെ ജോസഫ് ശക്തമായ രീതിയിൽ സ്വതന്ത്രമായിട്ട് തന്നെ പോലീസ് ഭരിച്ചു. അതേപോലെ പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷേ ഫലം അതുകൊണ്ടുണ്ടായ ഫലമാണോ എന്തുകൊണ്ടാണെങ്കിലും സന്ധ്യ ഈ പ്രതിയെ പിടിച്ചു. അതാണ് പ്രധാനം. അതിൻ്റെ നേട്ടം രാഷ്ട്രീയമായിട്ട് CPM-ഉം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടി CPM-ഉം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ CPM-നെയോ രാഷ്ട്രീയത്തിൻ്റെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഉദ്ദേശിച്ച കാര്യം നേടി. അത് കേരളത്തിലെ ജനത കാണുന്നത് എന്താ? ഭരണം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ജിഷയുടെ കൊലപാതകയെ പിടിച്ചു എന്നല്ലേ ലാലെ നമ്മളൊക്കെ കാണുക. സാധാരണക്കാർ അങ്ങനെയല്ല കാണുക. അതിൽ അവർ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ ഞാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ്. ഭരണത്തിലേക്ക് വന്നത് തന്നെ ഈ ജിഷ കേസുമായി ബന്ധപ്പെട്ട പ്രചരണവും കൂടി കണക്കിലെടുത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജനം അത് ശ്രദ്ധിക്കുകയും ചെയ്യും. ശ്രീ മുഹമ്മദ് റിയാസ്, താങ്കൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. എന്താണ് ശ്രീ ജ്യോതികുമാർ പറഞ്ഞ ഇടത്ത് താങ്കൾക്ക് സ്ഥാപിക്കാനുള്ളത്? ആ പോലീസിന്റെ വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. പോലീസിന്റെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തുന്ന കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മാതൃകാപരമായ നിലപാടെടുക്കുന്നു. നേരത്തെ സ്വതന്ത്ര സ്വഭാവം ഇല്ലായിരുന്നു. പോലീസ് വാസ് നോട്ട് ഇൻഡിപെൻഡന്റ്. അതായിരുന്നു പ്രധാന പ്രശ്നം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ മന്ത്രിയും ഭരണകക്ഷി നേതാക്കന്മാരും ഇടപെടുന്നു. കറപ്റ്റഡ് ഒഫീഷ്യൽസിനെ പ്രധാന സ്ഥാനത്തിരുത്തുന്നു. മെറിറ്റ് പ്രകാരം പോലീസ് ഓഫീസേഴ്സിനെ കസേരയിൽ ഇരുത്തിയില്ല. ഇങ്ങനെയുള്ള കുറേ പ്രശ്നം വന്നു. പിന്നെ ഈ അന്വേഷണവും ഇപ്പോഴുള്ള അന്വേഷണവും പഴയ അന്വേഷണം തമ്മിലുള്ള വ്യത്യാസം, അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിലടിച്ചില്ലേ? UDF ഭരണകാലത്ത് ഈ വിഷയത്തിനകത്ത് ഈ ജിഷ അന്വേഷണത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിലടിച്ചില്ലേ? മുഖം മൂടിയിട്ട 3-4 ആളുകളെ കൊണ്ടുപോയില്ലേ പെരുമ്പാവൂർ DYSP-യുടെ ഓഫീസിലേക്ക്? ഇതാ പിടിച്ചു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് ആളെ പറ്റിക്കാൻ. ഇതൊക്കെ ഒരു പോലീസ് ഓഫീഷ്യൽസ് മാത്രം ആലോചിച്ച് ചെയ്യുന്ന കാര്യമാണോ? അല്ലല്ലോ. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രസ്ഥാനത്തിന് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിന് ഈ അന്വേഷണത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം, ഒരു സ്പെഷ്യൽ ടീം, അതും ഒരു ലേഡി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ടീം, ആ ടീം അന്വേഷിക്കുന്നു, ആ ടീം മുന്നോട്ട് പോകുന്നു. ആ കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഇടപെടുന്നില്ല, സ്വതന്ത്രമായി കാര്യങ്ങൾ കൊടുക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ ജനത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് ഈ അന്വേഷണവും പഴയ അന്വേഷണവും തമ്മിലുള്ള വ്യത്യാസം. UDF-ന് ജ്യോതികുമാറിന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയെ മനസ്സിലാക്കും. അത് അദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ ഞാൻ കുറ്റം പറയില്ല. പക്ഷേ ഒരാഴ്ച മുമ്പൊക്കെ UDF-ന് നേതാക്കന്മാർ ഇപ്പം എന്തായി അന്വേഷണം ഒന്നും ആയില്ലല്ലോ, എന്തായി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇത് അവരുടെ നിലവാര തകർച്ചയാണ്. ഇത്തരം വിഷയങ്ങളില്ല, അങ്ങനെയല്ല കാണേണ്ടത്. ഇത്തരം വിഷയങ്ങൾ മെറിറ്റ് പ്രകാരമാണ് കാണുന്നത്. കേരളത്തിൽ നാളെ ഒരു ജിഷ പോലുള്ള ഒരു സംഭവം ഉണ്ടാകരുത്, ഇതാണ് കാണേണ്ടത്. അതിൽ മറ്റു രാഷ്ട്രീയം നോക്കരുത്. അതിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ UDF-ന് സാധിച്ചില്ല. നാളെ ഒരു ജിഷ സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള മാതൃകാപരമായ ഒരു പോലീസ് സംവിധാനം ഇവിടെ ഇല്ലായിരുന്നു. എന്നാൽ ഇന്നതുണ്ട്. നാളെ ഒരു അമ്മക്കും സഹോദരിക്കും ഈ അനുഭവം ഉണ്ടാകരുത് എന്ന് LDF ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സ്വതന്ത്രമായ ഇടപെടലിന്റെ ഭാഗമായി മിടുക്കനായ ഒരു ടീമിന്റെ അന്വേഷണത്തിലൂടെ സാധിച്ചു. അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തോടുകൂടി ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കുറച്ചുകൂടി അന്വേഷണത്തിൻ്റെ വഴികളിലൂടെ പോകേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇവിടെ താങ്കൾ തന്നെ നേരത്തെ ഈ പോലീസിൻ്റെ തുടക്കത്തിലുള്ള അന്വേഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിപ്പോൾ ഇതിലെങ്ങനെയാണ് സഹായകരമായത് എന്നുള്ളതും സൂചിപ്പിച്ചു. പക്ഷേ ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ടല്ലോ, ശ്രീ ജേക്കബ് ജോർജ് ഉൾപ്പെടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ വരുത്തിയ മാറ്റം, പോലീസിൻ്റെ തലപ്പത്ത് തന്നെ വരുത്തിയ മാറ്റം, ഈ സർക്കാരിന് ഏത് രീതിയിലാണ് ഈ കേസിനോടുള്ള താല്പര്യം എന്നൊക്കെയുള്ള സൂചന നൽകിയത്, പോലീസിന് നൽകിയ സ്വാതന്ത്ര്യം, അത് ഒരു വ്യത്യാസമായി ഈ കേസിൻ്റെ അന്വേഷണത്തെ വേഗത്തിൽ പ്രതിയിലേക്ക് എത്തിച്ചു എന്ന് കണ്ടുകൂടെ? ശ്രീമതി അന്നമ്മ ജോൺ, ഞാൻ നേരത്തെ ചോദിച്ചത്, ഇപ്പോൾ നാളെ ഈ തിരിച്ചറിയൽ പരേഡ് ആണ് നടക്കാൻ പോകുന്നത്. അതനുസരിച്ച് ഒരുപക്ഷെ ഈ ചെരുപ്പ് കടക്കാരൻ ഈ പ്രതിയെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരിയെ പോലുള്ളവർ അതിനെ കാണാൻ സാധ്യതയുണ്ട്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞത് തിരിച്ചറിയട്ടെ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്നാണ് നേരത്തെ പറഞ്ഞത്. ചിലപ്പോൾ ചെരുപ്പ് വാങ്ങിയത് വേറൊരാളാണെങ്കിൽ തന്നെ, ഇത് സുഹൃത്തിൻ്റെ ചെരുപ്പാണെങ്കിൽ
അല്ലെങ്കിൽ സുഹൃത്താണ് വാങ്ങിച്ചതെങ്കിൽ അത് ചിലപ്പോൾ തിരിച്ചറിയുന്നതിന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെ ഈ കേസിനെ ബാധിക്കുമോ, അതോ അല്ലാതെയുള്ള ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രമാണോ? ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്, അതനുസരിച്ച് തെളിഞ്ഞ് ഈ കേസ് പ്രതിയെ കൊടുക്കാൻ പറ്റുന്നതായി മാറുന്നു എന്നാണോ താങ്കൾ കാണുന്നത്? ഇപ്പോൾ ഐഡന്റിഫിക്കേഷൻ പരേഡ് എന്ന് പറയുന്നത് പ്രതിയെ തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അഡീഷണൽ ആയിട്ടുള്ള ഒരു തെളിവാണ്, ശരിയാണ്. എന്ന് കരുതി ഇപ്പോൾ ആളെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഐ വിറ്റ്നസിന്റെ ഒരു തെളിവെന്ന് പറയുന്നത് അതിന് പലതരത്തിലുള്ള കുറവുകളുണ്ട്. ഒന്നാമതെ ആളിന്റെ ഓർമ്മശക്തി അനുസരിച്ച് അത് ആളെ തിരിച്ചറിയാൻ പറ്റാഴിക അങ്ങനെയൊക്കെ വരാം. കണ്ണിന്റെ കാഴ്ചശക്തി അനുസരിച്ച് അതിന് വ്യത്യാസം വരാം. ഇനി മനഃപൂർവ്വം ഒരു ശത്രുതയുണ്ടെങ്കിൽ ആളെ തിരിച്ചറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഡിഫക്റ്റ് ഈ ഓറൽ എവിഡൻസിനുണ്ടാകാം. എന്നാൽ ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവിന് അങ്ങനെയുള്ള ഒരു ഡിഫക്റ്റും ഉണ്ടാവില്ല. അത് എപ്പോഴും സത്യം മാത്രം പറയുന്ന തെളിവാണ് ശാസ്ത്രീയ തെളിവ്. അങ്ങനെയുള്ള വ്യക്തമായ ശാസ്ത്രീയ തെളിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഐഡന്റിഫിക്കേഷൻ പരേഡിൽ ഒരുപക്ഷെ ആർക്കും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ കേസിനെ അത് ഒരു കാരണവശാലും ബാധിക്കില്ല. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, അതായത് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് നാളെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് ഉണ്ടാകും, അതുകൊണ്ടാണ് ഈ പ്രതിയെ ഈയുടെ മുഖം കാണിക്കാത്തതെന്നും നാളെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് കഴിഞ്ഞതിന് ശേഷം പ്രതിയെ മാധ്യമങ്ങൾക്ക് കാണിക്കാമെന്നും പറഞ്ഞപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തി പ്രതിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോഹൻദാസ് പറഞ്ഞതുപോലെ 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഈ പറഞ്ഞതായ ഐഡൻറ്റിഫൈ ചെയ്ത ആളെ കൊണ്ടുപോകും. കാരണം എന്താ, അയാൾ കണ്ടു എന്നോട് തെളിയിക്കാനായിട്ട്. അത് അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് മെറ്റീരിയലായിട്ടൊരു ഡിഫക്റ്റാണ്. ഈ സീനിൽ നിന്നും കിട്ടിയതായ ഈ ചെരുപ്പ് ഇയാളുടേതാണ് എന്ന് കടക്കാരൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് എന്നാണ് രാവിലെ മുതൽ നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അത് കൂടാതെ എനിക്ക് പറയാനുള്ളത്, നാളെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ ശേഷം തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തേണ്ടി വരും. ആ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന അവസരത്തിൽ ഈ ജിഷ അയാളെ കടിച്ചു എന്ന് ഉള്ള ന്യൂസ് വരുന്നുണ്ട്. ആ കടിച്ച പാടെവിടെ, ആ പാട് നമ്മൾ തീർച്ചയായിട്ടും അത് വളരെ മെറ്റീരിയലായിട്ടുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ ജിഷ മാന്തിയതായ ആ പാടെവിടെ, അതൊക്കെ നാളെ ഈ ഫർദർ പ്രൊസീഡിങ്സ് നടപടികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് കണക്കാക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ശ്രീ മോഹൻദാസ്, ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഇയാൾ തന്നെ അല്ല, വേറെയും 2-3 പേരുണ്ടോ, അല്ലെങ്കിൽ ഒരാൾ കൂടി ഉണ്ടോ? അയാളുടെ ചെരുപ്പാണോ ഇത്, അതല്ലെങ്കിൽ ഈ കടിപ്പാടുകൾ ഇയാളുടെ ദേഹത്താണോ ഉണ്ടാകുക, അല്ലെങ്കിൽ വേറൊരാളുടെ ദേഹത്തുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ സൂചനകളിലേക്ക് പോകാനെങ്കിലും ഒരുപക്ഷെ ഇത് സഹായകരമായേക്കാം. അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും ഈ ചെരുപ്പ് എന്തായാലും ഒരു സ്ട്രോങ് എവിഡൻസ് ആണ്. എന്തുകൊണ്ടെന്നാൽ ഈ ചെരുപ്പ് ഇപ്പോൾ ഓൾറെഡി ഒരു ബ്ലഡ് സൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതൊന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഈ ചെരുപ്പിൽ ഇപ്പം ഈ ചെരുപ്പ് ഇയാൾ തന്നെ ഈ സസ്പെക്റ്റ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അയാൾ ഉപയോഗിച്ചിട്ടുന്ന ചെരുപ്പാണോ ഈ കണ്ടെടുത്ത ഈ സീനിൽ നിന്നും കണ്ടെടുത്ത ചെരുപ്പ് എന്നുള്ളതാണ് ഒരു ചോദ്യം. തീർച്ചയായിട്ടും ഇവരുടെ സുഹൃത്തുക്കളുമായിട്ട് ഈ ചെരുപ്പ് കാണിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എവിഡൻസ് കൊണ്ടുവരാം. അത് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താൽ ഇത് ഈ സസ്പെക്റ്റ് ഈ ചെരുപ്പ് ഇത്തരത്തിലുള്ള ഒരു ചെരുപ്പാണ് ഈ സസ്പെക്റ്റ് ഉപയോഗിച്ചിരുന്നത് എന്ന സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊഴി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവരുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും വേണ്ടതാണ് ഇക്കാര്യത്തിൽ. 2, ഈ ചെരുപ്പിന് വേറെ എവിഡൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ ഫോറൻസിക് പരിശോധനയിൽ എന്തൊക്കെ തെളിവുകൾ ഇത് ഈ ചെരുപ്പിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ടെന്ന് നമ്മളോട് എല്ലാ കാര്യങ്ങളും നമ്മളോട് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം ഈ ബ്ലഡ് സ്റ്റെയിൻ്റെ എവിഡൻസ് മാത്രമേ നമുക്ക് അറിയാമുള്ളൂ എന്ന് വിചാരിച്ച് മറ്റുള്ള എവിഡൻസ് കണ്ടെത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് തീർച്ചയായിട്ടും കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. വടക്കഞ്ചേരി സാറ് നേരത്തെ പറഞ്ഞതുപോലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള അതിൻ്റെ മെറ്റീരിയൽസ് ചെരുപ്പിൽ നിന്നും ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാകാം. പക്ഷെ അത് നമ്മളോട് പറയാത്തത് കാരണം അത് കണ്ടെത്തിയിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കുന്നത് ശരിയല്ല. നാലാമത്തെ ഞാൻ ഉപയോഗിക്കുന്ന ചെരുപ്പ് വെച്ച് നടക്കുമ്പോൾ ആ നടക്കുന്നതിന് ഈ തേയ്മാനം ഒരു പ്രത്യേക സ്റ്റൈലിലായിരിക്കും. ഒരു പക്ഷേ ഒന്നീ ലെഫ്റ്റ് സൈഡിലായിരിക്കും കൂടുതൽ തേയ്മാനം ഉണ്ടാവുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ മധ്യഭാഗത്തായിരിക്കും. അപ്പോൾ അത് അയാളുടെ ഒരു പ്രത്യേകതയാണ് ആ ചെരുപ്പ്. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ അങ്ങനെ ഒരു സ്റ്റൈലും ഇവൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ ആ സ്റ്റൈലും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് അടുത്തൊരു മാർഗ്ഗമാണ്. ഈ ചെരുപ്പ് ഇവൻ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ സ്റ്റൈൽ ഓഫ്
അതിൻ്റെ ആ ചെരുപ്പിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഈ തെളിവുകൾ ഇവൻ ഉപയോഗിച്ച് എന്നുള്ള തെളിവ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള അങ്ങനെ ഒരു സംഗതിയുണ്ട്. പക്ഷേ ഇതൊക്കെ അവർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കണ്ടെത്തിയിട്ടുണ്ടോ? പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ സംശയിക്കാൻ ചുരുങ്ങിയ പക്ഷെ ഒരു പ്രതി ഉണ്ട് എന്നുള്ളത് മുൻപ് ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. അതാണ് ഈ പുതിയ പോലീസ് ടീമിന്റെ കണ്ടെത്തൽ. അതാണല്ലേ അല്ലേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കേരളത്തിലെ പോലീസിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം കേരളത്തിലെ ADGP സന്ധ്യയുടെ ദിവസമാണ്. സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ ദിവസമാണ്. പിന്നെ പിണറായി വിജയൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ദിവസമാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു, രാഷ്ട്രീയമായിട്ട് അതൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്നത് ഈ തെളിവുകൾ എന്നൊക്കെ പറഞ്ഞാൽ മണിക്കൂറുകളല്ലേ ആയിട്ടുള്ളൂ. പ്രതിയെ പിടിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസം ആയി കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ മുമ്പിൽ എത്തിയിട്ട് കുറച്ച് മണിക്കൂറുകളേ ആയിട്ടുള്ളൂ. ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഇത്ര സങ്കീർണമായ ഒരു തെളിവ്, അതിൻ്റെ പരിശോധന, അതിലേക്ക് അങ്ങനത്തെ ചർച്ചകളിലേക്ക് ഇപ്പം പ്രസക്തിയില്ല. നാളെ പോലീസിന് എന്തെല്ലാം പുതിയ വിവരങ്ങൾ കിട്ടാം. ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള തെളിവുകൾ കണ്ടെത്താൻ പ്രയാസമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മിടുക്കന്മാർ പോലീസാണ്. ഇതിനകത്ത് ഡിജിറ്റൽ തെളിവുകൾ, ഫോറൻസിക് തെളിവുകൾ, സാങ്കേതികമായി ശാസ്ത്രീയമായി ലഭിച്ചിട്ടുള്ള തെളിവുകൾ, ലഭിക്കാവുന്ന തെളിവുകൾ കോടതിയുടെ മുമ്പിൽ ഇതിന് തന്നെയാണ് പ്രധാനം. അത് തന്നെയായിരിക്കും പ്രധാനം. ഇപ്പം ഞാൻ പറയട്ടെ, ഡിജിറ്റൽ തെളിവുകൾ. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. കൊല്ലത്ത് ചാത്തന്നൂർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായൊരു സംഭവമാണ്. കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു കുറ്റകരമായ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറയാം. ഒരു യുവാവിനെ പോലീസ് പിടിച്ചു. ഒരു റേപ്പ് കേസിൽ പരാതിപ്പെട്ട ഒരു സ്ത്രീ പരാതിയിന്മേൽ ഒരു യുവാവിനെ ചാത്തന്നൂർ പോലീസ്, കേരളത്തിലെ പോലീസ് പ്രതിയാക്കി. 48 ദിവസം കൊല്ലത്തെ ആ യുവാവിനെ പോലീസ് ജയിലിൽ പിടിച്ചിട്ടു. എന്നിട്ട് കോടതി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഡിജിറ്റൽ തെളിവ്, എന്താണ് ഫോറൻസിക് തെളിവ്? പോലീസിൻ്റെ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ യുവാവിനെ പിടിച്ചിട്ടത്? ആ യുവാവ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്റിന്, എന്നെ എന്തുകൊണ്ട് പിടിച്ചിട്ടു എന്ന്. ഇതാണ് നമ്മുടെ കേരളത്തിലെ പോലീസിൻ്റെ മറ്റൊരു മുഖം. ഇതും കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ കോടതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്താണ് ഇതുപോലെയുള്ള ഒരു റേപ്പ് കേസ് അല്ലെങ്കിൽ ഒരു കൊലപാതകം, ഇതിനകത്ത് ഡിജിറ്റൽ തെളിവുകൾ അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതുപോലെയുള്ള സാങ്കേതികമായ തെളിവുകൾ അത് തന്നെയായിരിക്കും പ്രധാനം, അത് തന്നെയായിരിക്കും പ്രഥമം. അത് കേരള പോലീസിന് കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ശ്രീ ജ്യോതികുമാർ, അത് ഒരുപക്ഷെ തുടക്കത്തിൽ എങ്ങനെ പിന്നീട് എങ്ങനെ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ അന്വേഷണ ഘട്ടത്തിൽ ആളുകൾ അന്വേഷിച്ചേക്കും. അത് നോക്കാതെ തന്നെയുള്ള ഒരു ആശംസയാണോ സംസ്ഥാന പോലീസിന് പ്രതിപക്ഷം ഇന്ന് നൽകിയത്? സംസ്ഥാന പോലീസിന് മൊത്തത്തിൽ ഉള്ള ആശംസയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നൽകിയത്. കാരണം പോലീസിനെ എൻകറേജ് ചെയ്യേണ്ടുന്നത് ഈ സമൂഹത്തിൻ്റെ മുഴുവൻ രംഗത്തുള്ള മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. ഇത്തരത്തിലൊരു പൈശാചികമായ ഒരു മരണം സംഭവിച്ചതിന് ശേഷം ഇത്രയും ദിവസം എടുത്തിട്ടാണെങ്കിലും ആ പ്രതികളെ ശാസ്ത്രീയമായി കണ്ടെത്തി, അത് ആദ്യം കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷനിലൂടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മുമ്പ് പറഞ്ഞ ചെരുപ്പ് ഉൾപ്പെടെ അല്ലെങ്കിൽ പിന്നെ DNA കണ്ടെത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി. അതിനിടയ്ക്ക് വെച്ച് പിന്നെ ഈ ഇൻസ്പെക്ഷൻ ടീം മാറി, അതൊക്കെ സ്വാഭാവികമാണ്. സർക്കാർ മാറുമ്പോൾ അവരുടെ പോലീസ് തലപ്പത്ത് അഴിച്ചുപണി വരിക സ്വാഭാവികമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഇത് മാത്രമല്ല, ഇനി എത്രയോ കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പോലീസിലെ ഉദ്യോഗസ്ഥർ തലപ്പത്ത് മാറുക സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ ഫൈൻഡിങ്സ് ആണ് പ്രധാനം. ഇക്കാര്യത്തിൽ പിന്നെ ആ മരണം നടന്ന ദിവസം മുതൽ ഏപ്രിൽ 28 മുതൽ ഇന്ന് ജൂൺ 16 വരെയുള്ള ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രതിയെ പിടിച്ചു എന്ന് പോലീസും സർക്കാരും സമ്മതിച്ചിരിക്കുന്നു. അക്കാര്യത്തിൽ കേരളത്തിലെ പോലീസിനെ പൊതുസമൂഹം അംഗീകരിക്കണം, ബഹുമാനിക്കണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതിനകത്ത് രാഷ്ട്രീയം പറയുമ്പോൾ ശ്രീ റിയാസൊക്കെ ചുമ്മാ രാഷ്ട്രീയം പറഞ്ഞിട്ട് പോകാം. പ്രതിയെ പിടിച്ചുകൊണ്ട് ക്രെഡിറ്റ് മുഴുവൻ പിണറായി വിജയനാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ദാസനും വിജയനോട് പിടിച്ചെന്ന് പോലെ പിടിച്ചാൽ പോരായിരുന്നു. അതല്ല അതിനകത്ത് വിഷയം. ഇതിനകത്ത് അടിസ്ഥാനപരമായി താഴെ മുതൽ കൃത്യമായി അന്വേഷണം നടത്തിയിട്ടാണ് ഇന്ന് പിടിച്ചിരിക്കുന്നത്. പുള്ളി അത് പറയുമ്പോൾ കിളിരൂർ വിഷയവും കതിരൂർ വിഷയമൊക്കെ മറച്ചു വെച്ചിട്ടാണ് റിയാസ് പോലീസിനെ അഭിനന്ദിക്കുന്നതും അവരുടെ പോലീസിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഷൊർണൂരിലെയും ഒറ്റപ്പാലത്തേക്ക് MLA-മാർ ആർക്കെതിരെയായി പറയുന്നത്, അവരുടെ നാട്ടിലെ പ്രശ്നത്തെ സംബന്ധിച്ച് അവർ ആർക്കെതിരെയാണ് പറയുന്നത്. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ശ്രീ ജ്യോതികുമാറിനോടൊന്ന് ചോദിക്കട്ടെ. അതായത് ഒരുപക്ഷെ ഇത് ആരുടെ സർക്കാരാണ്, ആരുടെ പോലീസാണെന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാവരും ചോദിക്കും. മുൻപുള്ള പോലീസിന് ഇത് സാധിച്ചില്ലല്ലോ എന്നുള്ള ചോദ്യം വരും. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന പോലീസ് തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നേരത്തെ ശ്രീ ജേക്കബ് ജോർജും മറ്റുള്ളവരും ഒക്കെ സൂചിപ്പിച്ചതാണ്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ആ ക്രെഡിറ്റ് ഇന്നത്തെ സർക്കാർ കൊണ്ടുപോയാൽ നിങ്ങളത് അംഗീകരിക്കേണ്ടത് തന്നെയല്ലേ? അല്ല, ക്രെഡിറ്റ് കേരളത്തിലെ പോലീസിനാണ്. ഏത് സർക്കാരിനെന്നുള്ളതല്ല, കേരളത്തിലെ പോലീസിനാണ് എൻ്റെ ക്രെഡിറ്റ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഏറ്റവും അവസാനത്തെ 10-12 ദിവസം മാത്രമാണ് ഇതിൻ്റെ അന്വേഷണം നടന്നത്. ഇപ്പോൾ അതിനുശേഷം 21 ദിവസം അന്വേഷണം നടന്നിരിക്കുന്നു. മൊത്തം ഈ നടന്ന 2 മാസത്തിനകത്ത് നടന്നിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിയെ പിടിച്ചിരിക്കുന്നത്. അത് കേരള പോലീസിൻ്റെ അഭിനന്ദനാർഹമായ ഒരു നേട്ടം തന്നെയാണ്. ഇത് പറയുമ്പോൾ പോലും പോലീസിനെ നമ്മളിത് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും കണ്ടെത്തിയത് നല്ല കാര്യം തന്നെയാണ്. ഇത് ഈ പറഞ്ഞതുപോലെ പിന്നെ രാഷ്ട്രീയം പറഞ്ഞു പോകുന്നത് മാത്രമല്ലോ അതിനകത്ത് അവരെ തലപ്പത്ത് ആരിയിരിക്കുന്നു എന്നുള്ളല്ലോ പ്രശ്നം. ഇതിപ്പം ഞാൻ ചോദിക്കുന്നത് ലോക്നാഥ് ബെഹ്റയോ അല്ലെങ്കിൽ പിന്നെ TP
പി സെൻകുമാറോ ഇല്ല വേറൊരാളായിരുന്നെങ്കിലും കണ്ടുപിടിക്കേണ്ടതല്ലേ? സ്വാഭാവികമായി ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞു സുകുമാരക്കുറുപ്പിനെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും വീണ്ടും അദ്ദേഹത്തിന് ചോദിക്കട്ടെ. ഇത്രയും പ്രാവശ്യം മാറി മാറി വന്നു, കഴിഞ്ഞില്ല, പോട്ടെ. ഇപ്പോൾ ആടാനിനെ പിടിച്ചതാരാണ്? ആടാനണി ഒരു ASIയെ കുത്തി കൊന്നിട്ട് പോയിട്ട് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞല്ലോ. താങ്കൾ ഇപ്പോഴും പോലീസിന്റെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ അന്വേഷണ കാര്യങ്ങളിൽ പല സർക്കാരിന്റെ കാലഘട്ടത്തിൽ പല രീതിയിലാണ് പോലീസ് പെരുമാറുന്നത് എന്നുള്ളതും പല നേതാക്കൾ, അതായത് പോലീസിന്റെ തലപ്പത്തുള്ള DGP ഉൾപ്പെടെയുള്ളവർ മാറുമ്പോൾ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ കാര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിശദീകരിക്കുക? എന്നോടാണോ? അതെ, റിയാസ് എന്നോടാണോ ലാലെ? അപ്പോൾ ഒന്ന് ശ്രീ ജ്യോതികുമാർ മനസ്സിലാക്കേണ്ട കാര്യം, പോലീസ് LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും കേരളത്തിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ ഉഗാണ്ടയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ പുതിയ പോലീസിനെ കൊണ്ടുവരലല്ല. നിലവിലുള്ള പോലീസ് സേനയെ, തിരക്കേടില്ലാത്ത പോലീസ് സേനയെ എങ്ങനെ കൊണ്ടുപോകുന്നു, ഹൗ യൂസിങ്, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ 2006 മുതൽ 2011 വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ക്രമസമാധാന പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികവുറ്റ സംസ്ഥാനത്തിനുള്ള അവാർഡ് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വാങ്ങി. അത് ജ്യോതികുമാറോ അംഗീകരിക്കുമല്ലോ. 2011 2016 2 പേർ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരായി, ശ്രീ തിരുവഞ്ചൂരും ശ്രീ രമേശ് ചെന്നിത്തലയും. അന്നും ഇടതുപക്ഷ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അതേ പോലീസ് മനുഷ്യർ തന്നെയാണ് UDF ഭരിച്ചപ്പോഴും പോലീസായി ജോലി ചെയ്തത്. പക്ഷേ ഒരു തവണ പോലും ആ 5 കൊല്ലത്തിനിടയിൽ ആ അവാർഡ് വാങ്ങാൻ കേരളത്തിലെ UDF സർക്കാരിന്റെ പോലീസ് സേനക്ക് അവാർഡ് വാങ്ങാൻ സാധിച്ചില്ല. അപ്പൊ കുഴപ്പം പോലീസിന് ഉപയോഗിക്കുന്ന നയം. അയ്യോ നിങ്ങൾ ഇടയിൽ പറയല്ലേ, നമുക്ക് ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയുമ്പോ ഞാൻ മുണ്ടിട്ടില്ലല്ലോ, അപ്പൊ ഞാനൊന്ന് പറയാം. അപ്പൊ അതായിരുന്നു അതിന്റെ പ്രശ്നം. അതെ, അതായിരുന്നു അതിന്റെ പ്രശ്നം. പ്ലീസ് ഞാനൊന്ന് പറയട്ടെ, ഇത് KPCC യോഗം എന്നല്ലല്ലോ. അപ്പൊ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് നയമാണ് പ്രശ്നം. ഇത് നിങ്ങൾ അംഗീകരിക്കണം. പോലീസിനെ ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഗുജറാത്തിലെ വംശീയ ഹത്യ. അന്ന് അമിത്ഷാ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ ആ മാസ്കെയർ പോലീസിനെ ഉപയോഗപ്പെടുത്തി. ആ കലാപത്തിന്റെ ഒരു ഉപകരണമായിരുന്നു പോലീസ്. അപ്പോൾ പോലീസിനെ തെറ്റായി ഉപയോഗിക്കാം, പോലീസിനെ നിഷ്ക്രിയമാക്കാം, പോലീസിനെ ഫലപ്രദമാക്കാം. പോലീസിനെ ഫലപ്രദമാക്കണമെങ്കിൽ പോലീസ് ഫലപ്രദമായി ജോലി ചെയ്യാനുള്ള സ്വതന്ത്ര നിലപാടെടുക്കണം. ആ നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ എടുക്കുന്നത്. ആ നിലപാടാണ് സഖാവ് പിണറായി വിജയൻ എടുക്കുന്നത്. ആ നിലപാടാണ് നേരത്തെ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ LDF ഭരണകാലത്ത് എടുത്തത്. അതെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഈ അന്വേഷക സംഘം തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് തല്ലിയില്ലേ? ഈ അന്വേഷണ സംഘത്ത് പോലും കോൺഗ്രസിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ആളുകളുണ്ടായിരുന്നു. നിഷ്പക്ഷമായി അന്വേഷിക്കാൻ പറ്റിയില്ല. കേരളത്തിലെ കറപ്റ്റഡ് ഒഫീഷ്യൽസായ പലരെയും പ്രത്യേക പോസ്റ്റിൽ വെച്ചു. ഇതൊക്കെയല്ലേ പ്രശ്നം. സുകുമാരക്കുറുപ്പിന്റെ സംഭവം വീണ്ടും നിങ്ങൾ പറയുകയാണ്. സുകുമാരക്കുറുപ്പിന്റെ സംഭവത്തിന് എന്താ പറ്റിയത്? തുടക്കത്തിൽ ഉണ്ടായ പാളിച്ച. അപ്പോൾ ഒരു ഇൻസിഡന്റ്, ഒരു മർഡർ നടന്നാൽ ആ മർഡറിന്റെ തുടക്കത്തിലെ പാളിച്ച വലിയ പ്രശ്നമാണ്. അപ്പൊ ആടാനണിയോ? ആ പ്രശ്നം തന്നെ ഈ കേസിലുണ്ടായി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഭരണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട സമയത്ത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പിന്നെ എന്തിനു പറഞ്ഞു? ജിഷ സംഭവത്തിലെ പ്രതികളെ പിടിക്കാൻ വേണ്ടി സാധിക്കാത്തത് ഒരു പോരായ്മയായി എന്ന് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അത് പറയാൻ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തയ്യാറാവാൻ കാരണം എന്താ? ജനം പ്രതീക്ഷയോടുകൂടി കണ്ടൊരു സംഭവം. നാളെ ഒരു ജിഷ ഉണ്ടാകരുത് എന്നുള്ളതിന്റെ ഭാഗമായി പോലീസ് ശക്തമായി ഇടപെടുമെന്നും ആ പോലീസിനെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി നിലപാട് കൈക്കൊള്ളുമെന്നും ജനം പ്രതീക്ഷിച്ചിരുന്നു. അത് നിങ്ങൾക്ക് സാധിച്ചില്ല. പല കാരണങ്ങൾ നിങ്ങളുടെ സർക്കാരിനെതിരെ ഉണ്ടായി പരാജയപ്പെടാൻ. അതിലൊരു കാരണം ഇതുമായിരുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പൊ ചുരുങ്ങിയ ദിവസം കൊണ്ട് വന്ന മാറ്റത്തെ അംഗീകരിക്കുന്നില്ല. വല്ലാത്ത ദുഃഖമുണ്ട്. ഇതാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും പാലിക്കേണ്ട സാമാന്യ മര്യാദ. ശ്രീ ജെയിംസ് വടക്കഞ്ചേരിക്കും പെട്ടെന്ന് ഈ ചർച്ചയിൽ നിന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അവരോട് പെട്ടെന്നൊരു ചോദ്യം. ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ തന്നെ ശ്രീമതി അന്നമ്മ ജോൺ, ഈ പോലീസ് എപ്പോഴും ഒന്ന് തന്നെയാണ്, ഒരേ ശാസ്ത്രം തന്നെയാണ് ഫോറൻസിക് വകുപ്പിലും കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അതെപ്പോഴും ഒരുപോലെ തന്നെയാണ് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ
ഒടുവിൽ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും. രാഷ്ട്രീയം മാറ്റിവെക്കാം, ശ്രീമതി അന്നമ്മ ജോണിന് അതിൽ താല്പര്യമുണ്ടാകില്ല. പക്ഷെ പോലീസിൻ്റെ ഇടപെടലിലുണ്ടാകുന്ന വ്യത്യാസം അന്വേഷണ ഉദ്യോഗസ്ഥർ മാറുമ്പോഴും അതിൻ്റെ ടീം ക്യാപ്റ്റൻ മാറുമ്പോഴും പോലീസ് ഫോഴ്സിൻ്റെ തന്നെ മുഴുവൻ അധിപൻ മാറുമ്പോഴും മാറുന്നത് സ്വാഭാവികം തന്നെയല്ലേ ശ്രീമതി അന്നമ്മ ജോൺ? പോലീസ് ഉപയോഗിക്കുന്ന അന്വേഷണ മെത്തേഡ്സ് ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ അത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ രീതി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ അവർക്ക് കിട്ടുന്ന അന്വേഷണത്തിന് കിട്ടുന്ന സമയം അത് അനുസരിച്ച് വീണ്ടും വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പം നമ്മൾ ഈ കേസിന്റെ 2ാം ഘട്ടത്തെ അന്വേഷണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വളരെയധികം സെൻസേഷണലായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് വിദഗ്ധരായിട്ടുള്ള ഒരു അന്വേഷണ ടീമിനെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടി. എല്ലാ വിധത്തിലുള്ള മോഡേൺ ആയിട്ടുള്ള ശാസ്ത്രീയ മേഖലയിലുള്ള എല്ലാ സേവനങ്ങളും അവർ ഇഷ്ടം പോലെ യഥേഷ്ടം ഉപയോഗിച്ചു. അപ്പോൾ സ്വതന്ത്രമായിട്ട് അത് പ്രയോഗിക്കാനുള്ള സമയവും സാഹചര്യവും എല്ലാം അവർക്കുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് വിദഗ്ധമായിട്ട് അവർക്ക് തെളിയിക്കാൻ പറ്റി. അപ്പോൾ ഇതിൽ 2 കാര്യം പറയാനുള്ളത്. ഒന്ന്, ഈ അന്വേഷണ ടീമിൻ്റെ ആ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഇവിടെ ഇപ്പം ആ കൊല നടന്നതിന് ശേഷം സ്വിച്ച് ഓഫ് ആയതിനു ശേഷം പിന്നെ ഓണായ ഫോണിനെ കുറിച്ച് അന്വേഷണം നടത്തി എന്ന് പറയുന്നു. അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ആ കാര്യത്തിൽ നമ്മുടെ ആ പോലീസിനെ നമ്മൾ പ്രത്യേകം പ്രശംസിക്കുന്നു. അപ്പോൾ ഒരേ പോലീസ് തന്നെ ആണെങ്കിലും എല്ലാവർക്കും ഒരേ മൈൻഡ് അല്ല അവർ അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് ആ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് ആ കേസ് അന്വേഷണത്തിന് അത് തീർച്ചയായിട്ടും ഒരു നല്ല കോൺട്രിബ്യൂഷൻ ആകും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാവുന്നത് കേരള പോലീസിന്റെ വിജയം, അതുപോലെ ഫോറൻസിക് സയൻസിന്റെ വിജയം. അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്രതിയെ പിടിച്ച ഒരു സാഹചര്യം അത് കാണാൻ പറ്റി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മൾ എല്ലാവിധ പ്രശംസയും കേരള പോലീസിന് നൽകിക്കൊള്ളും. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ശ്രീമതി അന്നമ്മ ജോൺ പറഞ്ഞതുപോലെ സമയം വളരെ പ്രധാനമാണ്. ടീമിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യവും ഫെസിലിറ്റീസും വളരെ പ്രധാനമാണ്. അതായത് എല്ലാ കേസിലും അതങ്ങനെ കൊടുക്കാനും സാധിക്കില്ല. പോലീസിന് എപ്പോഴും അത് ലഭിക്കണമെന്നുമില്ല. ഇവിടെ ഇപ്പോൾ അത് ലഭിച്ചത് ഒരുപക്ഷെ ഈ കേസിനെ, ജിഷ വധക്കേസിനെ സർക്കാർ എങ്ങനെ കണ്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാർ കണ്ട അതേ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ സർക്കാരും കണ്ടതെങ്കിൽ ഒരുപക്ഷെ ഇത് പിന്നെയും മുന്നോട്ട് പോകുമായിരുന്നു, കണ്ടെത്തുമായിരിക്കാം ഒരുപക്ഷെ ഈ പോലീസിൻ്റെ കഴിവുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും. പക്ഷെ അതല്ല ഇപ്പോൾ കൊടുത്ത പ്രാധാന്യം. സമയവും കൂടുതൽ ഫോഴ്സും പുതിയ സാങ്കേതികത്വവും ഉപയോഗിക്കാനുള്ള സാഹചര്യവും കൊടുത്തത് 2 തരത്തിലുള്ള അന്വേഷണ രീതികളുടെ തന്നെ പ്രത്യേകതയല്ലേ അത്? അതായത് ഇപ്പോൾ പ്രതിയെ എന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി ഇനി വ്യക്തമായിട്ട് അഭിപ്രായം പറയണമെങ്കിൽ, അതായത് നാളെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് പോയി ഹാജരാക്കും, ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തും, മെഡിക്കൽ ചെക്കപ്പ് നടത്തും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മിസ്റ്റർ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ 2-3 ദിവസമായി ഇവർ കസ്റ്റഡിയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇനി ഈ 2-3 ദിവസമായിട്ട് കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് ഇതൊക്കെ എങ്ങനെ കോടതിയിൽ സസ്റ്റെയിൻ ചെയ്യപ്പെടും? നമ്മുടെ ആ അന്വേഷണം വളരെ സയൻറ്റിഫിക് ആണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നുള്ള ഇഷ്യൂസൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. അതുകൊണ്ട് എനിക്കൊരു 3-4 ദിവസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തമായി എവിടേക്കാണ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത്, എത്രമാത്രം ശാസ്ത്രീയമാണ്, ഈ DNA കാര്യങ്ങൾ എങ്ങനെയാണ്, ഇയാൾ പ്രതിയാണോ എന്നുള്ള കാര്യം പറയാനായിട്ട് എനിക്ക് ഒരാഴ്ച സമയം വേണ്ടി തരണം. പക്ഷേ ശ്രീമതി അന്നമ്മ ജോൺ, അങ്ങനെയാണെങ്കിൽ ഇടി കൊടുത്ത് 3 ദിവസം കൊണ്ട് പറയിച്ചതാകാം എന്നാണ് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി പറയാതെ പറയുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രീയമായ അന്വേഷണം അവിടെ ഉണ്ടെങ്കിൽ ഈ സംശയത്തിന്റെ കാര്യമില്ലല്ലോ. അങ്ങ് പറഞ്ഞ ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ആ ഒരു കാര്യത്തിൽ സംശയിക്കാൻ ഇനിയും ബാക്കിയുണ്ടോ? അങ്ങേക്ക് ആ സംശയമുണ്ടോ ശ്രീമതി അന്നമ്മ ജോൺ? അല്ല, ഇടി കൊടുത്ത് പറയിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയോ നാളുകൾക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ഇയാളുടെ DNA എവിഡൻസ് പോലീസിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ DNA എവിഡൻസ് ഈ അറസ്റ്റ് ചെയ്ത പ്രതിയുടെ DNA-യുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്താണ് സംശയിക്കുന്നത്? DNA എവിഡൻസ് ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു തെളിവാണ്. അത് എല്ലാ കോടതിയും അംഗീകരിക്കുന്ന ഒരു തെളിവാണ്. പിന്നെ ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തെളിവുകൾ പോലീസിന്റെ കയ്യിലുണ്ട്. ഫിംഗർ പ്രിന്റ് കണ്ടിട്ടുണ്ട്, നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ഫിംഗർ പ്രിന്റ് പരിശോധന നടത്താം. ഈ ഹെയർ എവിഡൻസ് ആ ക്രൈം സീനിൽ വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഹെയർ കമ്പാരിസൺ നടത്താം.
വടക്കഞ്ചേരി സാർ പറയുന്നത് പോലെ തന്നെ ഈ സ്ക്രാച്ച് മാർക്ക് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ബോഡിയിലുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാം, അതിന്റെ പഴക്കം നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെ ഒരു ഡോക്ടറുടെ സഹായത്താൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് ഇയാൾ തന്നെയാണോ പ്രതി എന്നുള്ള കാര്യത്തിൽ ഒരു കോടതിക്ക് മുമ്പിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് പോലീസിന് വെക്കാൻ പറ്റുന്നത്. ശ്രീ മോഹൻദാസ്, എനിക്ക് ഇതിൽ 2 പോയിന്റ് പറയാനുള്ളത്. ഒന്ന്, ഇതിൽ ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ തന്നെ ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടത്തിയ ഓഫീസറിന് അറിയാൻ കഴിയും ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ബോഡി ക്രീമേറ്റ് ചെയ്യാതെ ഇത് കുഴിച്ചിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഈ ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്ത ഓഫീസർ ഫോറൻസിക് സർജനെ പ്രത്യേകം ഇൻസ്ട്രക്ട് ചെയ്യണമായിരുന്നു. ഇനി ഒരു പക്ഷേ ഈ ഇൻക്വസ്റ്റ് ചെയ്ത ഓഫീസറെ ഇൻസ്ട്രക്ട് ചെയ്തില്ല എങ്കിൽ പോലും വോളണ്ടറി ആയിട്ട് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജനും ഇത് ചെയ്യാമായിരുന്നു. ഇത് അല്ലെങ്കിൽ പോലീസ് ഓഫീസറോട് ഉദ്ദേശിക്കാമായിരുന്നു. ഇതിൽ എവിഡൻസ് ഇപ്പോഴും നമുക്ക് കാര്യമായിട്ടുള്ള എവിഡൻസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കാരണം ഈ ബോഡി സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഈ 2 പേരുടെ ഭാഗത്തു നിന്നും വലിയൊരു നെഗ്ലിജൻസ് ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഭാവിയിലെങ്കിലും ഇതുമാതിരി ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന കാര്യത്തിൽ ഭാവിയിലെങ്കിലും പോലീസ് ഓഫീസേഴ്സും അതുപോലെ ഫോറൻസിക് സർജൻസും ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഒരു പോയിന്റ് എനിക്ക് പറയാനുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ വിക്ടിമിൻ്റെ അതായത് ജിഷയുടെ ടീത്തിൻ്റെ കാസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റേ എടുത്തിട്ട് അതിൻ്റെ ഡെൻ്റൽ ആർച്ച് സംരക്ഷിക്കാനായിട്ടുള്ള ഒരു സംവിധാനമോ ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാളെ ഇയാൾ മാത്രമല്ല, ഇപ്പം നമ്മൾ സസ്പെക്റ്റായിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നവൻ മാത്രമല്ല, അവൻ്റെ കൂടെ 1 or 2 പേര് ചിലപ്പം ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തിൻ്റെ ഇടയിൽ ഈ സസ്പെക്റ്റിനും അല്ലെങ്കിൽ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കും കടിയേറ്റിരിക്കാം, ജിഷയുടെ കടിയേറ്റിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ ജിഷയുടെ പല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള പല്ലിൽ നിന്നും ആ പല്ല് ഉപയോഗിച്ചിട്ടുള്ള കടിപ്പാടുകളാണ് ഈ സസ്പെക്റ്റിൻ്റെ കയ്യിൽ ഉണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ കാസ്റ്റും എക്സ്റേ പ്രകാരമായിട്ടുള്ള ഡെൻ്റൽ ആർച്ചും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൺക്ലൂസീവായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യം ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പായി പെട്ടെന്ന് താങ്കൾ ഒന്ന് പറയുകയാണെങ്കിൽ ഈ തെളിവുകളൊക്കെ തുടക്കത്തിൽ സമ്പാദിക്കാൻ സാധിക്കുമായിരുന്നു, വേറെ ഒരു രീതിയിലായിരുന്നു അന്വേഷണമെങ്കിൽ എന്നാണ് ശ്രീ മോഹൻദാസിനെ പോലുള്ളവർ പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഇനി എന്തും പറയാം, നമുക്കിവിടെ ചർച്ചയിൽ എന്തും പറയാം. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ റിയാസ് പറഞ്ഞത് KPC എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ KPC ഉത്തരവാദിത്തപ്പെട്ട ചർച്ചകൾ നടക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ അച്യുതാനന്ദൻ സീതാറാം യെച്ചൂരിക്ക് കൊടുത്ത തുണ്ടുപേപ്പറിനെ കുറിച്ചുമല്ല. ഇവിടെ ചർച്ച നടക്കുന്നത് ജിഷയുടെ കൊലപാതകത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ പോലീസ് അങ്ങ് വളരെ ക്ലിയർ ആണെന്ന്. ആദ്യം ഇവിടുത്തെ ഒരു മന്ത്രി സത്യം പറഞ്ഞ 2ാം ദിവസം AC മൊയ്തീൻ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് MLA മാരെ അപമാനിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് ഇവിടെ സുമാരക്കുറുപ്പിനെ പിടിക്കാൻ കഴിയാഞ്ഞത് അന്ന് അദ്ദേഹം മറ്റേ കൊലപാതകം നടത്തിയിട്ട് രക്ഷപ്പെട്ടതിന് ശേഷമുണ്ടായ സാഹചര്യത്തിലൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. തിരിച്ചെൻ്റെ ഒരു ചോദ്യം, ആന്റണി പോലീസ് ASIയെ കൊന്നിട്ട് നാട് വിട്ടത് LDFിൻ്റെ കാലത്താണ്. അത് എപ്പോഴാണ് കണ്ടെത്തിയത്? ആന്റണി എന്നാ പിടികൂടിയത്? UDFിന്റെ കാലത്തല്ലേ? LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഈ ചർച്ചയിൽ ആരും പറയുന്നുണ്ടാകില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാനും പറ്റില്ല. പക്ഷെ അതിപ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ ജിഷയുടെ കേസിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നമുക്ക് 9 മണിക്ക് ശേഷം തീർച്ചയായും ഈ ജിഷ വധക്കേസിന്റെ ഇന്നത്തെ അവസ്ഥ രാഷ്ട്രീയമായി എങ്ങോട്ടേക്ക് തന്നെയാണ് സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത് എന്ന ചർച്ചയിലേക്കാണ് എത്തേണ്ടത്. നമുക്ക് അന്വേഷണത്തിൻ്റെ വഴികളിൽ വളരെയേറെ ഇന്ന് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടി ആ ചർച്ചയിൽ നിന്ന് നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ പോകേണ്ടതുണ്ട് എന്നുള്ളതും വന്നിരിക്കുന്നു.